ചേച്ചി ചേച്ചി ചേച്ചിക്ക് വേണ്ടിട്ട് ഞാന് അവരുടെ കയ്യിന്ന് ഒരു സമൂസ എടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് വേണോ? ഹായ്, സമൂസയോ? ചേച്ചി ഇന്ന് സമൂസ. അച്ചടാ, എന്റെ പപ്പീഷ് മോനെ പാറ ചേച്ചിയോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നോ? ആ, അയ്യോ അമ്മച്ചേ, ഇതെന്തുവാടാ സമൂസ ഇങ്ങനെ പൊട്ടുന്നത്? ഇതാണ് ചേച്ചി സമൂസ വെടി. ചേച്ചി കണ്ടിട്ടില്ലേ ഓലപ്പടക്കം? അതേ പടക്കം തന്നെയാ. അതിലൊക്കെ ഞാൻ സമൂസയുടെ കളർ കൊടുത്തതാ. എങ്ങനെയുണ്ട്? അയ്യോ, നീ സ്നേഹത്തോടെ സമൂസയാണെന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ വിചാരിച്ചു സമൂസ തന്നെയായിരിക്കും തരുന്നതെന്ന്. ഇതെന്തുവാടാ ഈ ചെയ്തേക്കുന്നത്? ഇനി ഒരു നിമിഷം പോലും ഞാൻ നിന്നെ നോക്കില്ല കേട്ടോ. ചേച്ചി, ഇതൊക്കെയല്ലേ തമാശ? ഇതൊക്കെ ഒരു തമാശ ഏറ്റെടുക്കണ്ടേ? അതേടോ, ഇതൊക്കെ ഒരു തമാശ. എന്റെ വായിക്കകത്ത് വന്ന് വെടിവെക്കുന്നത് ഒരു തമാശയാണല്ലേ? ഇപ്പൊ ഞാൻ നിന്റെ ഈ വീഡിയോ കൊണ്ടിട്ട് വടിയാവട്ടെ എന്നോട് ഒത്തേണ്ടി. ഇനി നിന്റെ അടുത്ത് ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല കേട്ടോ. ഇടയിലെ ചേച്ചി, ഇനി എനിക്ക് ഇവനെ ഒരു നിമിഷം പോലും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി തന്നെ നോക്കിക്കോ. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോട്ടെ. ഇവനെക്കാളും ഭേദം ആ ഭൂതം തന്നെയാ. എടി എടി, അവിടെ നില്ലടി. എന്നെ കൊണ്ടൊന്നും വയ്യ ഇവനെ നോക്കാൻ. പ്ലീസ് അവിടെ നില്ലടി, നില്ലേ. അയ്യോ, ഈ പയ്യനെ എൻ്റെ അടുത്താക്കിയിട്ട് അവളെ രക്ഷപ്പെട്ടല്ലോ. ഷോ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാ? ഇതെന്തോന്ന് സുധേ, എല്ലായിടത്തും ഒരുപോലെ കുറെ വാതിലുകളുണ്ടല്ലോ. അതെ ചേച്ചി, ഞാനും അതാ നോക്കുന്നത്. ഇനിയിപ്പോ ഇതിന്ന് കിച്ചൺ എങ്ങനെ കണ്ടുപിടിക്കും? അത് തന്നെയാ ഞാനും വിചാരിക്കുന്നത്. അത് മാത്രല്ല, എല്ലാ വാതിലും അടച്ചിട്ടിരിക്കുക. ഇനിയിപ്പോ ഇതെങ്ങനെയാ നമ്മൾ തുറക്കുക? അത് തന്നെയാ ചേച്ചി. അത് മാത്രല്ല, ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാ തുറക്കുക? ഇതിനകത്ത് ഇപ്പൊ ഏതിനകത്താ പ്രേതമുള്ളതെന്ന് പോലും നമുക്കറിയില്ലല്ലോ. കാണുമ്പോ തന്നെ പേടിയാവുന്നു അല്ലേ ചേച്ചി? എടി, ഇവിടെ നോക്കി, ഇതിനകത്തുനിന്ന് നല്ല ബിരിയാണിയുടെ ഒക്കെ മണം വരുന്നില്ലേ? അപ്പൊ ഇത് തന്നെയായിരിക്കും കിച്ചൺ. വാ, നമുക്കിത് തുറന്നിട്ട് അകത്തേക്ക് പോവാം. ആ അതെ ചേച്ചി, ഇത് കിച്ചണെന്ന് തന്നെയാ തോന്നുന്നത്. വാ, നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. അയ്യോ, ചെറിയ കുട്ടികൾ പോലും എന്നെ കളിയാക്കുക. അവർക്ക് പോലും എന്നെ തീരെ ഭയമില്ല. ഞാനെന്താ അത്രയ്ക്കും വലിയ കോമഡിയാണോ? വിട്ടവിടെ ഇതിപ്പോ ആരായി പാതിരാത്രിക്ക്? നാരായണി, നീ അവിടെ നില്ലേ. എനിക്ക് വയ്യ നിന്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കാന്. കുശലകുമാരി, നീ ഞാനവിടെ പപ്പീഷിന്റെ എത്തിയിരിക്കുന്ന സമയത്ത് എവിടേക്കാ മുങ്ങിയത്? നീ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുവാ? എടി, അതില്ലേ, ആ പൊടിക്കുപ്പിയെ നോക്കുന്നതിനേക്കാളും നല്ലത് ഈ പൂച്ചയെ നോക്കുന്നത് തന്നെയാ. അതുകൊണ്ട് പൂച്ചയെ കൊണ്ട് ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാ ഞാൻ. ഇവളെ തന്നെ വേറെ. എല്ലാരും പ്രേതവീട്ടില് ഭയത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ പൂച്ചയെ കൊണ്ട് തന്നെ പ്രേതവീട്ടില് കറങ്ങാൻ ഇറങ്ങിക്കുക. വല്ലാത്തൊരു ഭയത്തിൽ തന്നെ. പാറോ, എന്താ പാറോ, നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. നീ പൂച്ചയും കൊണ്ട് നടക്കാൻ ഇറങ്ങിക്കോന്ന് പറഞ്ഞതാ. അതല്ല, ഇത് കിച്ചണിലേക്ക് പോകുന്ന വഴി ഏതാണെന്നറിയോ നിനക്ക്? നീ കിച്ചണിലേക്ക് പോവാണോ? അല്ല പാറു, ഞാൻ ഇവനെ കൊണ്ട് ഒന്ന് നടക്കാൻ പോവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നടക്കാൻ ഇറങ്ങുവാ. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ. പാറു, ഞാൻ പോവാണേ. എന്നാ ഇവനെ ഓടാൻ തുടങ്ങിയിരിക്കണം. ഞാന് പിന്നെ പിറ്റാനെ ഒന്ന് പോയിട്ട് ഇവനൊന്ന് ചെന്ന് പിടിക്കട്ടെ. അമ്മ എവിടെ ഉണ്ടായിരിക്കും? അമ്മ ഇപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യുമായിരിക്കും? എടി സുധേ, ഇവിടെ നോക്കിയേ, എല്ലാം തനിയെ തന്നെ കുക്കാവുന്നുണ്ട്. നോക്കിയേ, ഭാഗ്യം, എല്ലാം ഓഫായി. എടി സുധേ, ഇവിടെ നോക്കിയേ, എല്ലാം ഭൂതം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പണിയില്ല. നമുക്ക് കുക്കാക്കാണ്ടേ വേണ്ടാന്നാ തോന്നുന്നത്. അതെ ചേച്ചി, നല്ല ഭൂതാന്നാ തോന്നുന്നത്. നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടി സുധേ, ഇവിടെ നോക്കി, നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം. ഭൂതമില്ലേ ചിക്കൻ ബിരിയാണിയാ തയ്യാറാക്കി വെച്ചതെന്നാ തോന്നുന്നത്. ഹായ്, ചിക്കൻ ബിരിയാണി. അയ്യോ, ഇതെന്തുവാ സുധേ, എല്ലാ പാത്രവും മുകളിലോട്ട് പൊങ്ങി വരുന്നത്? അയ്യോ ചേച്ചി, അത് നമ്മുടെ അടുത്തേക്കാ വരുന്നത്. അയ്യോ അയ്യോ അമ്മച്ചി. എടി, ഭക്ഷണം കൊണ്ട് പോവാന്ന് വെച്ചാല് നമ്മുടെ മുകളിൽ ഈ പാത്രം ഒന്ന് വീണേക്കുന്നു. നമ്മൾ ഇനി എങ്ങനെയാ എണീക്ക? അയ്യോ, അയ്യോ. എടി
അതുകൊണ്ട് ഞാനും സുധാന്റിയും കൂടിയിട്ട് ഒളിച്ചു കളിക്കുക. എന്താ നീയും പോരുന്നോ? എടി ഞാനായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.